ചോറുണ്ട്. ഇന്നൊരു പൊട്ടിത്തിരിച്ചിലും കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല ഫ്രീ ആയിട്ടാണ് എൻ്റെ അടുക്കള പണിയും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ നമ്മളെവിടെയാണെന്നല്ല, നമ്മൾ അകമ്പാടത്തെ വീട്ടിലാണ്, എൻ്റെ സ്വന്തം വീട്ടിലാണ് എൻ്റെ അമ്മൻ്റെ പണിയിട്ട് ഞങ്ങൾ. അപ്പോൾ നമ്മൾ ആ ഒരു ചെറിയ ട്രിപ്പില്ല, വെക്കേഷൻ ട്രിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിൽ വന്നിട്ടില്ലേ ആ ഒരു പിറ്റേന്നത്തെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ കാണിച്ചു തരാമെന്ന് വിചാരിച്ച് വന്നതാണ്. അപ്പം വേഗം ഓടിച്ചാടി ഇങ്ങോട്ട് വന്നോളൂ കേട്ടോ. നമ്മളെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും ഒന്ന് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ, ലൈക്ക് ചെയ്തോളൂ, ഷെയർ ചെയ്തോളൂ, കമൻറ്റ് ചെയ്തോളൂ, ഹൈപ്പ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെ പാട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ വീഡിയോ ഒക്കെ അങ്ങോട്ട് പോയാലോ. രാവിലെ തന്നെ ഇതാക്കണം, എല്ലാവരും ദുഃഖത്തോടെ കുത്തിരിക്കുകയാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട, ഇത് ചർച്ചയാണ് കേട്ടോ. ഇത് വമ്പൻ ചർച്ച നടക്കുകയാണ് ഇവിടെ. എന്തിന് ചർച്ച എന്നല്ലേ, ഉച്ചക്കൽ എന്തുണ്ടാക്കണം, അതാണ് ഇന്നത്തെ ചർച്ച. അപ്പം ഇന്ന് ഞങ്ങൾ പോകുകയാണ്. ഇന്നലെ മിഞ്ഞാന്ന് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പം ഇന്ന് പോകുകയാണ്. അപ്പം ഇന്നാണ് നമ്മൾ സെൻഡ് ഓഫ് ഇട്ടു. സെൻഡ് ഓഫിന് എന്ത് ഉണ്ടാക്കണം എന്നാണ് അമ്മ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ കൂടെ ഞാനും ഉണ്ട്, ഞങ്ങളെല്ലാവരും ഉണ്ട്. ഞാനുണ്ട്, പിന്നെ എൻ്റെ 2 കുട്ടികളും ഉണ്ട്, പിന്നെ ഇതാക്കണം അനിയത്തിൻ്റെ 2 കുട്ടികളും ആങ്ങളെയും കുട്ടികളും കൂടി ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് ചിന്തിച്ചിരിക്കുകയാണ് എന്താണ് ഉച്ചക്കൊക്കെ വെക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ ഇതങ്ങനെ കുഞ്ഞാറ്റെടുത്ത വീഡിയോസാണ്. അപ്പോൾ ഇവിടെ പ്രാക്കളൊക്കെ ഉണ്ട് കേട്ടോ, അതാണ് പറന്ന് നടക്കുന്നുണ്ട് അവിടെ. അപ്പോൾ നമ്മളെ വീടാണിത്, നമ്മളെ സ്വന്തം വീടാണത്. വീടിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല ഉഷാറിന് അടിപൊളി വീട് തന്നെയാണ്. ചെറുതാണെങ്കിലും ഒരു കൂരയാണെങ്കിലും ഇത്തിരി സമാധാനം ഉണ്ടെങ്കിൽ അതൊരു വലിയ വീടായിട്ട് പ്രഖ്യാപിക്കാം. അപ്പോൾ അമ്മ ഇതാക്കുന്നത് തലയിലും മതി ചൊറിഞ്ഞു കുത്തിരിക്കാട്ടോ. എന്താ ഇപ്പോൾ വേണം, നെയ്ച്ചോറ് വേണോ ബിരിയാണി വേണം, ബിരിയാണി വേണം നെയ്ച്ചോറ് വേണം. അപ്പം ഞാനിതാക്കുന്നത് സദ്യ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആരും അതിന് കൈ വന്ദിച്ചിട്ടില്ല. അപ്പം ഞാൻ മാത്രമുള്ളൂ ഇന്ന് സദ്യക്കായിട്ട്. അപ്പോൾ അമ്മ നെയ്ച്ചോറോ ബിരിയാണിയോ എന്നാ. അപ്പം അതാണല്ലോ എളുപ്പം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ അമ്മേൻ്റെ വീട്ടിലാണ്. ഇതാ ഒരു കൂടുണ്ട് ഇവിടെ, മറ്റൊരു വീട്ടിൽ പട്ടിയുണ്ട് ഗൈസ്. എല്ലാവരും ഇവിടെ നിൽക്കാൻ ഇന്ന് പോകുകയാണ്. കുറേ ഗൈസ് നോക്കുക, ഈ നരമ്പിൻ്റെ ആറാട്ടാണ്. എന്തൊക്കെ അമ്മൻ്റെ കാലൊക്കെ മക്കൾ ഇപ്പോഴേ കാണുള്ളൂ. എന്താണ് ഇങ്ങനെ ഞരമ്പ് പൊന്തിക്കണമെന്നൊക്കെയാണ് മക്കൾ ചോദിച്ചിട്ടുള്ളത്. അപ്പം അതെന്തോ ആണ്. ഏതായാലും അമ്മ അങ്ങനെ ഹോട്ടലിൽ നിന്ന് പണിയെടുക്കുകയാണല്ലോ, ഇങ്ങനെ ഇരിക്കാതെ ഫുൾ ടൈം ഇങ്ങനെ നിന്ന് പണിയെടുക്കുകയാണ്. നമുക്ക് പാത്രം കഴുകലും കാര്യങ്ങളൊക്കെയാണ് അമ്മക്ക് പണിയില്ലത് കേട്ടോ. ഇതൊക്കെ ഇപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരോട് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പം എൻ്റെ അമ്മക്ക് ഇതാകണ അകമ്പാടത്ത് എനിക്ക് ഹോട്ടലിലാണ് പണി. അവിടെ കുറച്ച് പാത്രം കഴുകുക, അടിച്ചു വാരുക, ഉള്ളിയും പച്ചക്കറിയും കാര്യങ്ങളൊക്കെ നന്നാക്കി കൊടുക്കുക, അതൊക്കെയാണ് സെർവൻറ്റ് പണിയാണ് കേട്ടോ അമ്മക്കുള്ളത്. അപ്പോൾ ഇന്നും ഒന്നരേ തുടങ്ങിയതല്ല, എന്നും പറയുന്ന പോലെ തന്നെ കുറേ കാലങ്ങളായി അമ്മ അവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇന്ന് ഏതായാലും അമ്മക്ക് 2 ദിവസം ലീവ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. മലയാളിനോട് ഞങ്ങൾ തന്നെ നേരിട്ട് വിളിച്ചാണ് പറഞ്ഞതാണ് അമ്മക്ക് ഇന്ന് ലീവ് കൊടുക്കണം, ഞങ്ങൾ ഇന്ന് പോകുകയാണെന്നില്ല. ഇനിയിപ്പോൾ സ്കൂൾ തുറന്ന് പിന്നെ ഇനിയിപ്പോൾ ഇങ്ങോട്ട് കുറേ കഴിയേണ്ടി വരും വരണമെങ്കിൽ. ഇനിയിപ്പം ഓണക്കല്ലേ, ഓണത്തിൻ്റെ ആ ഒരു പൂട്ടിലിനൊക്കെ ഞങ്ങൾ വരുന്നുണ്ടാകുള്ളൂ. അപ്പോൾ അമ്മക്ക് അങ്ങനെ പെരുന്നാൾ കഴിഞ്ഞിട്ട് 3 ദിവസം ലീവാണ് കിട്ടി. അപ്പോൾ അവിടെ നിന്നാണ് ഇപ്പോൾ ഇതൊക്കെ തുടങ്ങിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ എല്ലാവരും കൂടി കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചിട്ട് നമ്മളെ ബിരിയാണീനെയാണ് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത്. അപ്പം ഞാൻ എൻ്റെ പണിയാണ്ട് ഒരുക്കട്ടെ എന്ന് വിചാരിച്ച്. അപ്പം ഞാൻ പായസമാണ് കേട്ടോ ഏർപ്പാടാക്കിയത്, എൻ്റെ വക പായസമാണ്. അപ്പോൾ ഞാൻ പായസം ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ച്. അപ്പോൾ പായസത്തിനുള്ള അരിയും പരിപ്പുമാണ് കഴുകിക്കൊണ്ട് നിൽക്കുന്നത്. അത് നമ്മളെ കുഞ്ഞിക്കിണറാണ് കേട്ടോ. എന്നാൽ പിന്നെ കുറച്ച് റിസ്ക് എടുത്തില്ല, പായസം തന്നെ വെക്കാമെന്ന് വിചാരിച്ചിട്ടേന്ന്. അരിയും പരിപ്പും കഴുകി കൊണ്ടുവന്നാണ്ട് വേഗം അടുപ്പത്ത് അങ്ങോട്ട് ചാർത്തട്ടെ എന്ന് വിചാരിച്ചു. തീയാണെങ്കിൽ നല്ല വാണം വിട്ട പോലെ കത്തണമുണ്ട്, നല്ല ഉഷാറായിട്ട് തീയും കത്തിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് പായസം കുടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഉച്ചയാകുമ്പോഴത്തേനാക്കാൻ പോലെ ഉണ്ടാക്കിയാൽ മതിയല്ലോ ബിരിയാണി. ഇന്ന് വൈകുന്നേരത്തിനാണ് ഞങ്ങൾ പോകുള്ളൂ. അപ്പം അതിൻ്റെ ഇടയിൽ എന്തൊക്കെയാണ് തിന്നാൻ കഴിയുമോ, അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി തിന്നണം എന്നില്ല ഇതാണ് കേട്ടോ. ഞാൻ മാത്രമല്ല അമ്മക്കും കൂടി. അമ്മ ഒറ്റക്കാവുകൊണ്ട് അമ്മ അങ്ങനെയൊന്നും ഉണ്ടാക്കി തിന്നലൊന്നുമില്ല, അമ്മക്ക് ഭയങ്കര മടിയാണ്. അപ്പോൾ അതുകൊണ്ട് അമ്മക്ക് ഇഷ്ടമുള്ളതും ഞങ്ങൾക്ക് ഇഷ്ടമല്ല ഒക്കെ പാടെ കൊണ്ട് വെച്ച് കൂട്ടാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അരിയും പരിപ്പും ഇതങ്ങനെ അടുപ്പത്ത് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ തെങ്ങുണ്ട് കേട്ടോ, നമുക്ക് ഇഷ്ടംപോലെ തെങ്ങില്ല. നമ്മളെ തൊടുവിൽ ഇതാക്കണം ആകെ 2 തെങ്ങേ ഉള്ളൂ, പക്ഷെ നല്ല തേങ്ങ ഉണ്ട് കേട്ടോ. അപ്പം തേങ്ങയൊക്കെ പൊട്ടിച്ച് കൊണ്ടുവന്ന് തേങ്ങാപ്പാലൊക്കെ എടുക്കണം. അതിൻ്റെ അനിയത്തിയാണ് അതിൻ്റെ ആളൊക്കെ ഓളാണ് കേട്ടോ. പായസം ഉണ്ടാക്കാം അരി ഞാനും അടുപ്പത്ത് വെച്ചു, പിന്നെ പരിപ്പ് അടുപ്പത്ത് വെച്ചു. ഇപ്പോൾ തേങ്ങ ചിരകാണ്, ഇപ്പം ചിരകും. അമ്മ ബിരിയാണി ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്.
വേഗം ആയിക്കോട്ടെ, ഇപ്പൊ വേഗം ചെല്ല് ചെല്ല് ചെറുക് ചെല്ല്. അമ്മ ചോറൊക്കെ ഉണ്ടല്ലോ പിന്നെന്താ. ഓന് മണ്ട ശിരോമണിയാണ് ഓന്. ഞാൻ ഇതുമല്ല ഞാവൽപ്പഴം അങ്ങ് പോകാൻ. ഇവിടെ തേങ്ങ ചെറുക്കൽ കൈസ് കണ്ടു ചെറുകിൽ കാരി എക്സ്പേർട്ടാണ് എക്സ്പേർട്ട്. അങ്ങനെ ഇതാക്കണ തേങ്ങ ചിരകിലും പിടിക്കലും ഒക്കെ ആയിട്ട് അങ്ങനെ ധൃതിയോടെ ഓരോ പണികളും എടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ പായസത്തിൻ്റെ ഏകദേശം പണികളൊക്കെ തീർന്ന്. അപ്പോൾ ഒരാളതായിക്കൂടെ പോകുന്നുണ്ട് കേട്ടോ. ഓന് ഞാൻ ക്യാമറ ഇങ്ങോട്ട് ചെല്ലുമ്പോഴത്തിന് മണ്ടൽ തുടങ്ങും. അതിൻ്റെ ആങ്ങളെയാണ് കേട്ടോ. ഓന് ക്യാമറ ഭയങ്കര പേടിയായതുകൊണ്ട് ഞാൻ ക്യാമറ വെച്ചതൊന്നും കണ്ടിട്ടില്ല. അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പോട്ടെ. അപ്പോൾ എൻ്റെ പായസം ഇതാക്കണത് ഇവിടെ ഏകദേശം അതിന് ശർക്കര ഒഴിച്ചിട്ടുണ്ട്. ഏലക്കായി ശർക്കരയൊക്കെ ഒഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ തേങ്ങാപ്പാലും കൂടിയാണ് ഇട്ടാണ്ടല്ലോ, പരിപാടി ഉണ്ട് തീർക്കാം നമുക്ക്. അപ്പോൾ അമ്മൻ്റെ ബിരിയാണി ഇതാക്കണം. അമ്മ വെയിലത്ത് കടന്ന് ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ഇപ്പുറത്തേക്കോ അപ്പുറത്തേക്കോ മാറ്റി വെച്ചാൽ മതിയെന്ന്. പക്ഷെ അമ്മക്കത് ഇതാണ് സൗകര്യം എന്ന് പറഞ്ഞിട്ട് അമ്മ ഇതാക്കണം അവിടെ തന്നെയാണ് ബിരിയാണി പരിപാടി ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അമ്മ എവിടെയെങ്കിലും ഉണ്ടാക്കട്ടെ, ഞാൻ ഇതാക്കണേ എൻ്റെ പണി എടുക്കട്ടെ കേട്ടോ. അതിൻ്റെ ഇടയിൽ അശ്മിക ക്യാമറ വല്ലാതെ ശല്യപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അമ്മേൻ്റെ ബിരിയാണിക്ക് ഞങ്ങൾ ആരും കൈകടത്താൻ പോയിട്ടില്ലായിരുന്നു. അപ്പോൾ അത് അമ്മ സ്വന്തമായിട്ട് അങ്ങനെ വെച്ചോളും. അപ്പം ഞങ്ങൾ രണ്ടാളും കൂടി, ഞാൻ ഏട്ടത്തി അനിയത്തിയും കൂടി ഇതാകണ നമ്മളെ പായസമാണ് വെച്ചിട്ടുള്ളത്. നല്ല ചെറുപയറും അതേമാതിരി തന്നെ പരിപ്പും തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് അടിപൊളി പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിങ്ങനെ കയ്യോളം ഇരുന്ന് അങ്ങോട്ട് കുടിക്കാമെന്നാണ് വിചാരിച്ച്. എന്നും പറയുന്ന പോലെ തന്നെ അലങ്കോലപ്പണികളൊന്നും ഇല്ലാത്തൊരു പായസമാണ് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് തേങ്ങ ചെറുതായിട്ടൊന്ന് നുറുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മക്കളോട്. അപ്പോൾ ഓല് അതൊക്കെ നുറുക്കി തന്നു. അപ്പോൾ ഇവിടെ എത്തിയാൽ പിന്നെ ഓലോട് ഒരു പണി എടുക്കാൻ പറയാൻ പറ്റൂല, അങ്ങനെയാണ് ഉള്ളത്. അപ്പോൾ എല്ലാവരും എടുത്തോളാം. മക്കളോടൊന്നും ഒരു പണി എടുക്കാനും പറയാനൊന്നും പറ്റൂല, ഓല് എടുക്കത്തും തരൂല. അപ്പം ഏതായാലും മോല് എല്ലാവരും കൂടിയാണ്ട് ഈ ഒരു തേങ്ങാക്കൊത്താണ്ട് ഇതാക്കി തന്നിട്ട് ഇപ്പം നെയ്യിലൊക്കെ ഇട്ട് വാട്ടിയിട്ട് തേങ്ങാക്കൊത്ത് നല്ലപോലെ തൂമിച്ചാണ്ട് നമ്മളെ പായസത്തെ കണ്ടിട്ടിരിക്കണം കേട്ടോ. നല്ല മണം, നല്ല ചുരും മണമൊക്കെ ഉണ്ട് ഒരു പായസം. അപ്പം ഇനിയിപ്പോൾ അതൊന്ന് തണുത്തിട്ട് വേണം അതൊന്ന് മൂക്കും മുട്ടൊന്ന് കുടിക്കാനായിട്ട്. എന്നിട്ട് വേണം അവിടെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കിടക്കുക. പായസം ആകാൻ വേണ്ടിയിട്ട് കാത്തിരിക്കണത് എല്ലാവരും ഉണ്ടെന്ന് ഞാൻ പറയില്ല. ഞാനും എൻ്റെ അനിയത്തി മാത്രമേ പായസം ആകാൻ വേണ്ടിയിട്ട് കാത്തിരിക്കണുള്ളൂ കേട്ടോ. മക്കൾക്ക് ഈ ഒരു ചൂടും കാര്യങ്ങളൊക്കെ അല്ലേ, അപ്പോൾ പായസത്തിനോട് വലിയ കമ്പം കാര്യങ്ങളൊന്നും ഇല്ല. എന്നാലും ഞങ്ങളെ ഇഷ്ടത്തിലാണ് ഉണ്ടാക്കിയതാണ്. അപ്പോൾ പായസം ഇതാക്കണ ഇളക്കി ഇനി ഒന്ന് പാത്രത്തേക്ക് പാർന്നാണ്ടേ ഇനി കൊലയമ്മ കൊണ്ടുപോയിട്ടുണ്ട് കുടിക്കാമെന്ന് വിചാരിച്ചു. വലിയൊരു ചെമ്പട്ടിയിൽ ഇതാക്കണം പായസം പാത്രം ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ചേ ഒഴിച്ച് വെച്ചിട്ടുള്ളൂ. എന്നിട്ട് ഇന്ന് ചൂടാറുന്നതിനനുസരിച്ച് ഊതി അങ്ങോട്ട് കുടിക്കാമെന്ന് വിചാരിച്ചാൽ. 2 പപ്പടം ഉണ്ടെങ്കിൽ ഉഷാറായിട്ടുണ്ടായിരുന്നു. ഓള് പാത്രത്തിലാക്കി എടുത്ത് കുടിക്കുന്നത്. ചൂടാറണല്ലോ സംഗതി. അപ്പം ചൂടാറാനല്ല നേരെ കൊടുക്കായിട്ടാണ്. ചൂടാറിയെങ്കിൽ ഉഷാറായിട്ട് കുടിക്കുന്നു. അപ്പം അമ്മ ഇതാക്കണ അപ്പുറത്ത് അവിടെ ബിരിയാണീൻ്റെ പരിപാടിയാണ്, അവിടെ കാണാനില്ല. ഈ ഒരു വീഡിയോ ഇതിലിട്ടാൽ എൻ്റെ അനിയത്തി ചീത്ത അറിയുമെന്നല്ല നല്ല ഉറപ്പാണ്. കാരണം അപ്പോൾ ഇതൊന്നും ഇടരുത് എന്ന് എന്നോട് പറഞ്ഞതാണ് കേട്ടോ. പ്രത്യേകം മെൻഷൻ ചെയ്തതാണ്. പക്ഷേ ഇതൊക്കെ ഞാനിട്ട് അപ്പോൾ കുറേ കാലങ്ങൾ കഴിയുമ്പോൾ ഞങ്ങൾക്ക് തന്നെ കണ്ടുകൂടെ. ഞങ്ങൾ ചെറുപ്പകാലമൊന്നും ആരും ഒന്നും എടുത്ത് വെച്ചിട്ടൊന്നുമില്ല. അതിനുള്ള പാങ്ങൊന്നും ഞങ്ങളുടെ അടുത്ത് ഇല്ലേന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നടക്കുന്നത് മുഴുവൻ ഞാൻ എൻ്റെ ക്യാമറയിൽ പകർത്തിയാണ്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഇപ്പം നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് സന്തോഷമാണല്ലോ, നമുക്ക് വലുത് സന്തോഷമാണല്ലോ. കൂടുതൽ സങ്കടമുള്ള കാര്യങ്ങളൊന്നും ഞങ്ങളോട് പറയലില്ല. അപ്പം അങ്ങനെ ചോറീറ്റ് അങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. പായസം കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളൊരു കടത്തോ ഇരുത്തോ ഉറക്കമൊക്കെ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഇതിന് അമ്മേൻ്റെ ബിരിയാണി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങൾ ചോറ് തിന്നിട്ടോ. അങ്ങനെ കൊലയും ഇരുന്നാണ്ട് ഇലയൊക്കെ വെട്ടി ലാഭമാണല്ലോ. അപ്പോൾ ഞങ്ങൾ പാത്രം എടുക്കാതെ ഇല വെട്ടിയാണ്ട് ആണ് ഇനി ബിരിയാണിയൊക്കെ തിന്നിട്ടുള്ളത്. പപ്പടം ഉണ്ടായിരുന്നു, അച്ചാറുണ്ടായിരുന്നു, ബിരിയാണി ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാതും ഉണ്ടായിരുന്നു. ഞങ്ങൾ ചോറൊക്കെ തിന്ന് കഴിഞ്ഞേരെ അമ്മ അവിടെ നിന്ന് കടന്നു കേട്ടോ. ഞങ്ങൾ പിന്നെ ഇത് കൂടാണ്ട് നടക്കൽ തുടങ്ങി.
അപ്പം എന്തൊക്കെയോ തെരഞ്ഞിട്ടാണ് ഞങ്ങൾ രണ്ടാളും നടക്കണത്. എന്താണെന്നൊന്നുമില്ല, അങ്ങടേ നടക്കുന്നേന്ന് ഞങ്ങൾ കടക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് നടന്നതാണ്. അപ്പോൾ ഈ തെങ്ങും തൊടുവിൽ ഇതാക്കുന്ന 2 കിണറുണ്ട് കേട്ടോ. അപ്പോൾ ആ കിണറിൽ നിന്ന് ഞങ്ങൾ പണ്ട് കുളിച്ചിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾക്ക് സ്വന്തമായിട്ട് കിണറൊന്നും കാര്യങ്ങളൊന്നും ഇല്ലാത്ത അന്ന് ഇവിടെ വന്നിട്ട് എന്ന് സ്കൂൾക്ക് പോകാനൊക്കെ മണ്ടി വരും, 2 ബക്കറ്റ് വെള്ളം വരും, മണ്ടും, അങ്ങനെയൊക്കെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ അന്ന് ഇതാക്കണേ മണ്ണിട്ട് പൊന്തിച്ചിട്ടൊന്നുമില്ല. ഇപ്പോൾ ഫുള്ള് മണ്ണൊക്കെ ഇട്ട് പൊന്തിച്ച് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. കുറേ കാലമായി മണ്ണൊക്കെ ഇട്ട് പൊന്തിച്ചിട്ടോ. ഇവിടെ അങ്ങനെ ഒരു നല്ലൊരു കാന പോലെയായിരുന്നു. കാന അറിയുമ്പം 2 തെങ്ങിൻ്റെയും അങ്ങനെ ഒരു കാന കേട്ടോ, ഒരു പുഴ പോലെ തോട് പോലെ അങ്ങനെ എന്തൊക്കെയോ. അപ്പോൾ അതൊക്കെ അങ്ങനെ കണ്ണിൽ കാണുന്നുണ്ട്. അന്നൊക്കെ ഉണ്ടെങ്കിൽ ഉഷാറായിന്ന്. അപ്പോൾ കുറേ കഷ്ടപ്പാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും രസമായിരുന്നു. ഇവിടെയൊക്കെ കാണാനും കളിച്ച് നടക്കാനൊക്കെ നല്ല രസമൊക്കെ തന്നെയായിരുന്നു. അതൊക്കെ പറഞ്ഞിങ്ങനെ നടക്കുകയായിരുന്നു. ഇപ്പോൾ അത് കൂടെ അങ്ങനെ ഉണ്ട്. അപ്പോൾ എന്തൊക്കെയോ ഉണ്ട് ഓർമ്മകൾ. ഇതുകൂടെയൊക്കെ പോരുമ്പോൾ എന്തൊക്കെയോ നല്ലതും ചീത്തതുമായിട്ട് ഒരുപാട് ഓർമ്മകളുള്ള സ്ഥലങ്ങളൊക്കെയാണ്. നമ്മൾ തൊടുത് നമ്മളതൊന്നും അല്ല കേട്ടോ. എല്ലാവരും ചോദിക്കും ഇത് നിങ്ങളെ സ്ഥലമാണോ എന്നുള്ളത്. അപ്പോൾ ഇത് നമ്മളെ സ്ഥലം എന്നല്ല, നമുക്കാകെ 3.5 സെൻറ്റേ ഉള്ളൂ. ആ ഒരു വീട് നിൽക്കുന്ന ഏരിയ മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്ക്. അപ്പോൾ സോറയും പറഞ്ഞ് കുറേ നേരം ഇവിടെ ഇരിക്കും കേട്ടോ. സ്കൂളില്ലാത്ത നേരത്തൊക്കെ നമ്മൾ ഈ തൊടു കൂടെ തന്നെയാണ്. നമ്മൾ ആ ഒരു തുണക്കാരും കാര്യങ്ങളൊന്നും നമുക്ക് കൂടുതലായിട്ടില്ല. നമ്മളെ വീടും വല്യച്ഛൻ്റെ വീടും മാത്രമേ ഉള്ളൂ കേട്ടോ. വേറെ തുണക്കാരും കാര്യങ്ങളും വേറെ വീടോ അങ്ങനെ ഒന്നും ഇല്ലേന്ന് ഞങ്ങൾക്ക്. അപ്പോൾ ഞങ്ങൾ ഇതാക്കണേ എങ്ങനെ ഒതുങ്ങി കൂടിയൊരു ജീവിതം ജീവിച്ചുകൊണ്ട് പോയിരുന്നത്. ഇപ്പോഴാണ് എല്ലാവരും കൂടി വർത്താനം പറയലും കുറേ വീടും കാര്യങ്ങളൊക്കെ കണ്ടു തുടങ്ങിയത്. നമുക്ക് ആകപ്പാടുള്ളത് സിനിമ ഹാൾ മാത്രമേ ഉള്ളായിരുന്നു. നമ്മളെ വീടിൻ്റെ തൊട്ട് മേലെ ഇപ്പോൾ ഫ്ലാറ്റില്ലോടത്ത് ലോഡ്ജില്ലോടത്ത് ഇപ്പോൾ വലിയൊരു സിനിമ ഹാൾ ഉണ്ടായിരുന്നു, രജനി തിയേറ്റർ പറഞ്ഞിട്ട്. അപ്പം ഞങ്ങളെ ലോകം എന്ന് പറയുന്നത് അത് മാത്രമല്ല, ആ ഒരു സിനിമ മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ. സിനിമ ഹാൾ, വീട്, സ്കൂൾ, ഇതൊക്കെ തന്നെ ഉള്ളായിരുന്നു. അല്ലാതെ നമുക്ക് പുറത്തിറങ്ങിയിട്ട് ബസ്സിൽ കയറി പോകാനായിട്ട് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ലായിരുന്നു. സിനിമ ഹാളിൽ ഇതാകണം ആഴ്ചയിൽ സിനിമ മാറും, അത് പോയി കാണും. നമുക്ക് പൈസയും കൊടുക്കേണ്ടിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഭയങ്കര ഒച്ചയും വിളിയായിരുന്നു. പണ്ടത്തെ സിനിമ ഹാളല്ലായിരുന്നു, പുറത്തേക്ക് നല്ല ഒച്ചയും വിളിയായിരുന്നു. അതുകൊണ്ട് ആ ശബ്ദരേഖ കേട്ടിട്ടാണ് വളർന്നിട്ടുള്ളത്. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മളെ ചെറുപ്പകാലം എന്ന് പറയുന്നത്. അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അപ്പം പിന്നെ സിനിമകളൊക്കെ പൊളിച്ചു. ഇപ്പോൾ ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ രസമില്ല ഇവിടെ, ഒരു രസം പറയുന്നത് ഒരു രസമില്ല. ഒരൊച്ചയും വിളിയോ കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒരു രസമില്ലായിരുന്നു. പണ്ടൊക്കെ നല്ല രസം. ഞായറാഴ്ചയാകുമ്പോൾ മാറ്റിനെയൊക്കെ ഉണ്ടാകുമ്പം ഒരു 2 മണിക്ക് തുടങ്ങും അവിടെ പാട്ടും ഒക്കെ. പിന്നെ രസമായിരുന്നു, സംഭവമൊക്കെ രസമായിരുന്നു. ഇപ്പം നമ്മൾ സിനിമ കാണാനും സിനിമകൾക്ക് കാര്യങ്ങളോ അങ്ങനെയൊന്നും പോകലില്ല. ഞാൻ സിനിമ കണ്ടിട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 19 കൊല്ലമായിട്ടുണ്ട്. കണ്ണൻ്റെ ചെറുപ്പത്തിൽ 1 വയസ്സിൽ ആ ഒരു ഇതിലാണ് ഞാൻ സിനിമകൾക്ക് പോയിട്ടുള്ളത്. പിന്നെ പോയിട്ടില്ല കേട്ടോ. ഒരു 19 കൊല്ലമായി തിയേറ്ററിൽ പോയിട്ട് സിനിമ കണ്ടിട്ട്. ഇപ്പം ഇങ്ങനെ ഹോട്ട്സ്റ്റാറിൽ അവിടെ ഇവിടെയൊക്കെ അങ്ങനെ കാണുന്നുണ്ട്. അപ്പം ഇനി പറഞ്ഞേക്കാൻ നേരമല്ല, അപ്പോൾ അതിന് നേരം 3-3:30 ആയി തുടങ്ങിയിട്ടുണ്ട്. കണ്ണൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞു ഞങ്ങളെ കൊണ്ടുപോകാനായിട്ട്. ഇനിയിപ്പോൾ ഏതായാലും ഇത്ര നേരമായി, ഇനി കുളിയൊന്നും വേണ്ടാന്ന് വിചാരിച്ചിട്ട്. ഇനി ഏതായാലും കണ്ണൻ വരുന്നുണ്ട്. വീട്ടിൽ ചെന്നിട്ട് കുളിക്കാന്നില്ല ഇതിലാണ് ഞാൻ കുളിക്കാതെ നിൽക്കണം കേട്ടോ. മറ്റവരൊക്കെ ഒന്ന് മേലെങ്കിലും കഴുകിയിട്ടുണ്ട്. ഇനി ഏതായാലും പാക്കാക്കിയാലോ? പാക്കാക്കാൻ തുടങ്ങാം കേട്ടോ. ഫുള്ള് പാക്കാക്കണം. ഊട്ടി എല്ലാവരും താടിക്ക് കലിക്കും. തിങ്കളാഴ്ച സ്കൂൾക്ക് പോകണല്ലോ എന്നെ ഇറങ്ങിയറല്ലേ. തുടങ്ങണം മാത്രം വിടുള്ളൂ. അല്ലല്ലോ ഇതിന് മാത്രമല്ലേ മടി. കുഞ്ഞാറ്റൊക്കെ തല പോകാൻ ഇഷ്ടമാണ്. നമുക്ക് പോയാൽ മതി. അവൾക്ക് എങ്ങനെയായാലും പോകും. കുഞ്ഞാറ്റ എനിക്ക് 2 ചെക്കന്മാരെ കാണാനെങ്കിലും പോകും. പഠിപ്പ് അതാണ് പിന്നെ അല്ലേ വണ്ടി അങ്ങനെ കട്ടിക്കൊണ്ടിട്ടോ ഞങ്ങളെ വീട്ടിലൊക്കെ ഞാൻ കഴിച്ചിട്ടില്ല. അങ്ങനെ ഇവിടെ ഇങ്ങനെ വെച്ച് കൊയ്ത്തുകള് പോയാണ്ട് ഇത് ഇന്ന ഇഷ്ടംപോലെ കൊയ്തിലാണ്. അപ്പൊ ഇതാണ് നമ്മളെ വീട്. എല്ലാരോടും ടാറ്റ ബൈ ബൈ സീ യു പറഞ്ഞിട്ട് ഞങ്ങൾ പോകാണ് കേട്ടോ.